കർത്താവിന്റെ മഹത്വം എന്ന് പറയുന്നത് അവിടുത്തെ ശക്തിയാണ്. എന്നിലുള്ളത് എൻ്റെ ബലഹീനതകളാണ്, എൻ്റെ കഴിവുകേടുകളാണ്. ഞാൻ ദുർബലമായ ശരീരത്തോടു കൂടെയുള്ളവനാണ്. ഞാൻ ബലഹീനതകളുടെ, കുറവുകളുടെ ഒരു കൂമ്പാരമാണ്. കുറവുകളുടെ കൂമ്പാരമായ എന്നിലേക്ക് ശക്തിയുടെ പൂർണ്ണതയായവന്റെ മഹത്വം ഇതാ ചേർത്ത് വയ്ക്കപ്പെടുന്നു. എൻ്റെ ശരീരം ദുർബലമാണ്, എൻ്റെ മനസ്സ് ദുർബലമാണ്, എൻ്റെ കഴിവുകൾ പരിമിതമാണ്. ഞാൻ ലിമിറ്റഡ് ആണ്. പരിമിതമായ കഴിവുകളും ശക്തിയും പരിമിതമായ ജീവനും മാത്രമുള്ള എൻ്റെ ജീവിതത്തോട് പരിമിതികളില്ലാത്ത, കുറവുകളില്ലാത്ത പൂർണ്ണത കർത്താവ് ചേർത്ത് വയ്ക്കുന്നു. ഉദ്ധിതനായവന്റെ മഹത്വം അത് പരിമിതികളില്ലാത്തതാണ്. ഒരു ദേശത്തിൽ അത് പരിമിതപ്പെടുന്നില്ല, ഒരു കാലത്തിൽ അത് പരിമിതപ്പെടുന്നില്ല, സ്വർഗത്തിൽ മാത്രമായി അത് ചുരുങ്ങുന്നില്ല. ഓരോ മനുഷ്യനിലേക്കും, പ്രപഞ്ചം മുഴുവനിലേക്കും ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന പൊൻപ്രകാശമായി ഉദ്ധിതന്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഉദ്ധിതന്റെ ശക്തി നിറഞ്ഞു നിൽക്കുന്നു. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഉദ്ധിതനായ ഈശോയെ, അങ്ങേ മഹത്വത്തെ എൻ്റെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കണമേ. ഉദ്ധിതനായ ഈശോയെ, അങ്ങേ മഹത്വത്തെ എൻ്റെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കണമേ. ഉദ്ധിതനായ ഈശോയെ, അങ്ങേ മഹത്വത്തെ എൻ്റെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കണമേ.